KCYയും കൊച്ചി രൂപതയും HRD കൊച്ചിനും സംയുക്തമായി സംഘടിപ്പിച്ച സിൽവസ്റ്റർ ദീപാലങ്കാര മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ നിർവഹിച്ചു. കൊച്ചിൻ കാർണിവലിൽ അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർക്കുള്ള അനുമോദനവും ഇതോടൊപ്പം നടത്തി. ഫോർട്ട് കൊച്ചി മെത്രാസന മന്ദിരത്തിൽ വെച്ചാണ് സിൽവസ്റ്റർ ദീപാലങ്കാര മത്സരത്തിൽ വിജയികളായവർക്കും കൊച്ചിൻ കാർണിവലിൽ സർവമത സൗഹാർദ്ദം ലോകസമാധാനത്തിനായി എന്ന വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർക്കുമുള്ള അനുമോദന യോഗം നടത്തിയത്. KCYയും കൊച്ചി രൂപത, HRD കൊച്ചിൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു മത്സരങ്ങൾ. സമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ നിർവഹിച്ചു. ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. നമുക്കറിയാം, പല സ്ഥലത്തും പല വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ കൂട്ടായ്മ വർദ്ധിപ്പിച്ചെടുക്കേണ്ട ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ആഘോഷമാണ്, ഈ പ്രദേശത്തിന്റെ ആഘോഷമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ വർഷം മുന്നിട്ടിറങ്ങിയത്. സിൽവസ്റ്റർ കൺവീനർ കാസി പൂപ്പന ചടങ്ങിൽ അധ്യക്ഷനായി. സിൽവസ്റ്റർ എന്നൊരു പേര് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം നാളുകൾ പിടിച്ചു. 5ാമത്തെ വർഷമായപ്പോഴാണ് കൊച്ചിയിലെ ആൾക്കാരുടെ മനസ്സിൽ സിൽവസ്റ്റർ എന്നൊരു പേര് പതിയാൻ തുടങ്ങിയത്. 5 വർഷങ്ങളായിട്ട് ദീപാലങ്കാര മത്സരം മുന്നോട്ട് പോയപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായി, ഇത് എത്ര നാള് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പല പരിപാടികളും തുടങ്ങിയിടാറുണ്ട്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര പാടാണ്. സിൽവസ്റ്റർ ദീപാലങ്കാര മത്സരം തുടങ്ങി, പിന്നീട് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി, ഇപ്പോൾ കാർണിവലിന്റെ ഭാഗമാകാനും സിൽവസ്റ്റർ സാധിച്ചു. രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ മാക്സൺ കുറ്റിക്കാട്ടായിരുന്നു മുഖ്യാതിഥി. നമ്മളെല്ലാവരും അഭിമാനത്തോടുകൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ചരിത്രങ്ങളുടെ ഭിത്തികളിൽ കാണും നമുക്ക് ഇഷ്ടമായി ചെയ്യുന്നതാണ്. ഒത്തിരി ചരിത്രപരതയുള്ള അംഗങ്ങളാണ്, അല്ലെങ്കിൽ തലമുറയാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സിൽവസ്റ്റർ ദീപാലങ്കാര മത്സരത്തിൽ പങ്കെടുത്ത വിജയികളായ ചെറിയ കടവ് ബില്ലിയേഴ്സ് ക്ലബ്, VJ ജോസ്ലിൻ, സാവിയോ എന്നിവർക്കും പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായവർക്കുമാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ടീം സിൽവസ്റ്റർ കൊച്ചിൻ കാർണിവലിൽ അവതരിപ്പിച്ച ഫ്ലോട്ട് തയ്യാറാക്കുവാൻ നേതൃത്വം നൽകിയ ആർട്ട് ഡയറക്ടർ മിൽട്ടൺ തോമസ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീഷ് വൈപ്പിൻ, വസ്ത്രാലങ്കാരം ചെയ്ത അൽമാസ്, ഫ്ലോട്ടിൽ വേഷങ്ങൾ അണിഞ്ഞവർ എന്നിവർക്കും സ്നേഹോപഹാരങ്ങൾ നൽകി. KCYയും കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി, രൂപത കോർഡിനേറ്റർമാരായ ഡാനിയ ആന്റണി, അന്ന സിൽഫ, യേശുദാസ് വിപിൻ എന്നിവർ സംസാരിച്ചു. ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണോ അതേ രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ സഹകരിച്ചത് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള അനീഷ് വൈപ്പിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അനീഷ് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു. അതിലേക്ക് പ്രവർത്തിക്കുന്നു. ഈ സിൽവസ്റ്റർ ഇത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും ഏകമായ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. ആ സപ്പോർട്ടിനും ഇവിടെ എത്തിയതിനും സിൽവസ്റ്റർ ടീമിന്റെ അകമയെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്. ക്രിസ്റ്റി ചക്കാലക്കൽ, ജോർജ് ജിക്സൺ, ആന്റണി നിതീഷ്, ആന്റണി ആൻസിൽ, ഗോഡ്വിൻ സേവിയർ, നിബിൻ ആന്റണി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.